ഹായ് കൂട്ടുകാരെ, ഇതാണ് ഞങ്ങളുടെ കോഴിക്കൂട്. തുറക്കാൻ പോവാണേ. താറാവും ഉണ്ട്, 2 താറാവും ഉണ്ട് ഇതിനകത്ത്. ഇറങ്ങി തീറ്റി തിന്നാൻ ഓടുവാണേ. പോട്ടെ അതുകൊണ്ടിരിക്കും തീറ്റി. രണ്ട് പാത്രത്തിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അടിയാവും. ഫ്രണ്ടിൽ പോകുന്ന ആൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചാക്കിനകത്ത് അറക്കപ്പൊടി ഇട്ട് അതിനകത്താണ് അതിരുന്ന് മുട്ടയിടുന്നത്. ഈ ചാക്കിനകത്തൊക്കെ ഇരിക്കുന്നത് നമുക്കൊരു പശുക്കുഞ്ഞുണ്ട്, പശുക്കുഞ്ഞിൻ്റെ തീറ്റയാണ്. ഓക്കെ, ഈ ഇരിക്കുന്ന അറക്കപ്പൊടിയാണ്. നമുക്ക് റബ്ബർ ഷീറ്റ് ഉണ്ട്, അത് പുകയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ പൂവൻ ചേട്ടൻ. ഇത് വേറൊരു പെടക്കോഴി. വേറൊരാളുണ്ട്, ഇതെൻ്റെ കിടക്കുന്ന കാണിക്കാവേ. ഇതാണ് നമ്മുടെ റോക്കി മോൻ. ഇവനെ വഴിയിൽ നിന്ന് കിട്ടിയതാ. ഇതാണ് ഞങ്ങളുടെ റബ്ബർ പുകയ്ക്കുന്ന പുകപ്പുര. ഈ കാണുന്ന എല്ലാ റബ്ബർ തോട്ടങ്ങളാണ്. എല്ലാം പുതിയ പ്ലാസ്റ്റിക് ഇട്ട് വരുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ കുറച്ച് ആദായം കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ 2 താറാക്കന്മാരുണ്ടല്ലോ, അവർ വെളിയിൽ ഇറങ്ങി കേട്ടോ. അവരെ കാണിക്കാവേ. അവർ ഇപ്പം അവർക്കിട്ട് കൊടുത്തേക്കുന്ന തീറ്റയുണ്ടല്ലോ, ഈ കോഴികൾ അതിനെ തിന്നാൻ സമ്മതിക്കത്തില്ല. അങ്ങോട്ടില്ല, അവരുടെ തീറ്റ ഇന്നത്. താറാവിന് കൊടുത്തേക്കുന്ന തീറ്റ തിന്നാൻ വേണ്ടിയിട്ട് 2 കൂടെ വന്നേക്ക് ഓടിക്കും. എടാ, ഇതാണ് താറാവിനുണ്ടാക്കിയേക്കുന്ന ആർട്ടിഫിഷ്യലായിട്ടുള്ള കുളമാണിത്. നമ്മൾ നിൽക്കുമ്പോൾ ആ തീറ്റി എടുക്കാൻ വരത്തില്ല, പേടിയാണ്. ഇച്ചിരി മാറി നിൽക്കാം. ഇത് ഇന്നലത്തെ വെള്ളമാണ്, അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. വെള്ളം മാറ്റി കൊടുത്തില്ലേ ഉണ്ടല്ലോ, പുള്ളിമാർ ഇറങ്ങത്തില്ല. അല്ലേ ഇറങ്ങി ഇതിനകത്ത് കുളിക്കും. അതിനാ ആ പൈപ്പ് ഇട്ടേക്കുന്നത്, വെള്ളം വരാൻ വേണ്ടിയിട്ട്. ഈ വെള്ളം എടുത്ത് കളഞ്ഞിട്ട് വേണം ഇനി പുതിയ വെള്ളം അതിനകത്ത് നിറയ്ക്കാൻ. അപ്പം തുറന്ന് വിട്ടേ ഉള്ളൂ. ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി. തീറ്റി വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത്, ഒന്ന് തന്നെ കഴിച്ചോളൂ. ഇനി ഞങ്ങൾക്ക് 3 പൂച്ചക്കുട്ടന്മാരോടുണ്ടേ, അവരെ കാണിക്കാം. താറാവ് തീറ്റ എടുക്കുന്ന വീഡിയോ കാണിക്കാവേ. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, അത് എന്നെ കഴിച്ചോ. കൊണ്ട് എന്നെ കണ്ടപ്പം തിരിഞ്ഞോടി. അതേണ്ട ഒരാൾ ഇരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ പപ്പുക്കുഞ്ഞ്. നല്ല തണുപ്പായതുകൊണ്ട് അളിയൻ ഇങ്ങനെ ചേർന്ന് കൂടിയിരിക്കുവാണ്. ഇപ്പം വെളിയിലോട്ട് ഇറങ്ങാതെ. ഇനി 2 പേരോടെ ഉണ്ട്, എവിടാണെന്നറിയത്തില്ല. പോയി തപ്പി പിടിച്ചോണ്ട് വരാം. 2നെയും കിട്ടിപ്പോയി കേട്ടോ. അതേണ്ട ഇൻവെർട്ടറിൻ്റെ മണ്ടയ്ക്കാണ് 2 പേര് ഇരിക്കുന്നത്. കാരണം ഈ ഇൻവെർട്ടർ ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ ഇച്ചിരി ഹീറ്റുണ്ട്, ചൂട് കാണും. അതിൻ്റെ മണ്ടയ്ക്കാണ് 2 കൂടി ഇരിക്കുന്നത്. ഈ വെളുത്ത പൂച്ചയില്ലേ, ഇതിൻ്റെ പേരാണ് ലിപ്പി. മറ്റേതാണ് ചക്കൂസിന് ഇന്നലെ കാലിനെന്തോ പറ്റിയായിരുന്നു. ശരിയായി കാണുമെന്ന് വിചാരിക്കുന്നു. തണുപ്പ് കാണാൻ ആൾ അനങ്ങിയിട്ടില്ല ഇവിടെ. ഇതാണ് എൻ്റെ പെറ്റ്സ്. പിന്നൊരു പശുക്കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ, അതിനെ കൂടെ ഒന്ന് കാണിച്ചത്. ഇവള് മുട്ടയിട്ട് കേട്ടോ. വേണ്ട,
മുട്ടയിട്ട വീഡിയോ. ഇനിയിപ്പോൾ അടുത്ത ആൾ കയറും. ഇനിയിപ്പോൾ ഇവള് കയറും മുട്ടയിടാൻ. ഇതാണ് ഞങ്ങളുടെ കാത്തുക്കുട്ടി. കണ്ടോ, കച്ചിയൊക്കെ കഴിച്ച് ആളിങ്ങനെ നിൽക്കുവാണ്. നല്ല ഫുൾ ടൈം പാസ്സാണ്. ഇവരെ കണ്ടുകൊണ്ടിരിക്കുക പകൽ മുഴുവൻ. പിന്നെ ചെറിയ ചെറിയ കൃഷിയുണ്ട്, റബ്ബറുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതാണ് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ പെറ്റ്സും. കഴിച്ചോ 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 കാത്തു, കഴിച്ചോ. ഇതാണ് മൈ ഹോം. ഒന്ന് കയറി വരും. ഇത് പുതിയ ടൈപ്പ് ചെടികളാണ്. കണ്ടിട്ടുണ്ടോ? നിങ്ങളവിടെയൊക്കെ കാണുമായിരിക്കും. ഈ സൈഡിൽ ഒരെണ്ണമുണ്ട്, ഇവിടെയുണ്ട്. രസമാണ്. മൂളി തൂങ്ങി കിടക്കുന്നുണ്ടോ വീടിൻ്റെ? അതാണ് എൻ്റെ പഞ്ചിങ് ബായ്. പുതിയ ടൈപ്പ് പ്ലാന്റാണ്, വാങ്ങിച്ചതാണ്. ഇതെൻ്റെ കൃഷിയാണ്. ഏത്തവാഴ ഒക്കെ കുലച്ച് നിൽപ്പുണ്ട്. ഒരെണ്ണം. അടുത്തത് അങ്ങോട്ട് മുഴുവൻ റബ്ബർ തോട്ടങ്ങളാണ്. പ്ലീസ്, കാണുന്നവരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ചാനലിന് ഭയങ്കര സബ്സ്ക്രൈബർ വളരെ കുറവാണ്. അന്നേരം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് അമർത്തുക. റിക്വസ്റ്റാണേ. റബ്ബർ തോട്ടം. ഇതും കുറച്ച് പ്ലാന്റ്സ് ഞാൻ നട്ട് വെച്ചേക്കാണ്. ഈ തണ്ണിമത്തൻ ഇങ്ങനെ മതിലേക്കൂടെ താഴോട്ട് ഇറങ്ങിയേക്കുവാണ്. പതിയെ ഇനി ഇവനെ പിടിച്ച് മാറ്റണം. ഈ താറാവ് തീറ്റ എടുക്കുവാണേ. അപ്പോൾ ഓക്കെ ഗൈസ്, പിന്നെ കാണാം അങ്ങാടി കാഴ്ചകളുമായിട്ട്. എൻ്റെ ചാനൽ അങ്ങാടി കാഴ്ചകൾ എന്നാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നുകൂടെ പറയുകയാണ്. ബൈ.